കേരളം കണ്ട വലിയ സഞ്ചാരി അതാണ് മലയാളികൾക്ക് സന്തോഷ് ജോർജ് കുളങ്ങര. യാത്ര തന്നെയാണ് സന്തോഷിന്റെ ജീവിതം. വളരെ വിരളമാക്കിയിട്ടേ അദ്ദേഹം അഭിമുഖങ്ങള് നൽകാറുള്ളൂ. ഇപ്പോഴിത് അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തില് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ ചില കാര്യങ്ങളാണ് വൈറലാകുന്നത്. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തില് മലയാള സിനിമയിലെ യാത്രകളെ അത്രയേറെ പാഷനേറ്റായി കാണുന്നത് ആരാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവതാരകന്റെ ചോദ്യത്തിന് ടോവിനോയുടെ പേരാണ് സന്തോഷ് ജോർജ് പറഞ്ഞത്. മലയാള സിനിമയിലെ യാത്രകളെ അത്രയേറെ പാഷനേറ്റായി കാണുന്നൊരാളെ കുറിച്ച് ചോദിച്ചാല് അതിനുത്തരം ടോവിനോ എന്നാകും. ടോവിനോ നന്നായി യാത്ര ചെയ്യുന്നൊരാളാണ്. മിക്കവാറും എല്ലാ താരങ്ങളും യാത്ര ചെയ്യാറുണ്ട്. പക്ഷെ ചെറുപ്പക്കാരിലെ ഇപ്പോൾ വന്നവരില് ടോവിനോയാണ്. ഒരു സിനിമ കഴിഞ്ഞാല് കുറെ നാള് യാത്ര ചെയ്തേ പറ്റൂവെന്ന് വാശി പിടിക്കുന്നയാളാണ് ടോവിനോ. ഞാൻ സിനിമകള് കാണാറുണ്ട്. ഈ അടുത്ത കാലത്ത് ആടുജീവിതം വന്നപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഞാൻ 10 വർഷമായി തിയേറ്ററിൽ പോയി സിനിമ കണ്ടിരുന്നില്ലെന്ന്. ആടുജീവിതമാണ് 10 വർഷം കഴിഞ്ഞ് കാണുന്നത്. അതിനിടയിൽ ഒരു പ്രിവ്യൂ തിയേറ്ററിൽ പോയി എന്റെ ബ്രദർ നിർമ്മിച്ച ഒരു സിനിമയുണ്ടായിരുന്നു ഈ മയോ. ഈ സിനിമയുടെ പ്രിവ്യൂവിന് ഞാൻ പോയിരുന്നു. പക്ഷെ എന്റെ ഹോം തിയേറ്ററിലെ എല്ലാ സിനിമയും അപ്ഡേറ്റാണ് എന്നാണ് സന്തോഷ് ജോർജ് പറഞ്ഞത്. എന്നാല് പാഷനേറ്റ് യാത്രികനായി ടോവിനോയുടെ പേര് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെന്നും മലയാള സിനിമയിലെ യുവതാരങ്ങളില് പ്രണവ് മോഹൻലാലിനോളം യാത്ര ചെയ്യുന്നൊരാള് വേറെയില്ലെന്നായിരുന്നു വീഡിയോയ്ക്ക് ആരാധകർ. ഏറെയും കുറച്ച് കമന്റുകള്. പ്രണവിന്റെ പേര് പറയാൻ സന്തോഷ് ജോർജ് വിട്ടുപോയതാണോ എന്നും കമന്റുകളുണ്ട്. വിദേശത്ത് പോകുന്നതല്ല യാത്രയെങ്കില് പ്രണവ് മോഹൻലാലാണ് യാഥാർത്ഥ യാത്രികൻ എന്നായിരുന്നു ഒരു കമന്റ്.